പിന്നെ ഞാൻ ഡ്രൈവിങ്ങിനിടയിൽ ഒരു സെക്കൻഡ് ഇവന് എൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ അത് തൊട്ട പാടനെ ഒരു ഫയലാണ്. അതിനകത്ത് വേണം ടച്ച് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ അറിയാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിരിക്കുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ OTP എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം പൈസ പോയി. 49,750 രൂപ സ്പോട്ട് പോയി, ബാങ്കിൽ നിന്ന് പോയി. നവമാധ്യമങ്ങളിലൂടെ വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് പുതിയ കാലത്ത് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പോലീസും മറ്റധികൃതരും നൽകുന്നുണ്ട്. നിലവിൽ വാഹനത്തിന് പിഴ ചുമത്തി എന്ന സന്ദേശം വാട്സാപ്പിലൂടെ അയച്ച് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്ന സംഘം കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നു. കോഴിക്കോട് പൊറ്റമ്മൽ സ്വദേശി സ്മിതേഷാണ് ഈ തട്ടിപ്പിനിരയായത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അദ്ദേഹം തന്നെ വിശദീകരിക്കും. നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഫൈൻ ചുമത്തിയെന്ന സന്ദേശമാണ് വാട്സാപ്പിൽ വിളിച്ചത്. എന്താണ് അത് സംഭവിച്ചത്? എന്തായിരുന്നു ആ സന്ദേശത്തിലുണ്ട്? ഞാൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഡൽഹി പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എനിക്കൊരു മെസ്സേജ് വരുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബൈക്കിൻ്റെ പേരിൽ ഫൈൻ ഉണ്ടെന്നിട്ട് അതൊരു മെസ്സേജ് വന്നു. അത് ഞാൻ അത്ര നോക്കില്ല. ശരി, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് കേരള പോലീസിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വന്നു. ഇത് വന്നപ്പോൾ കേരള പോലീസിൻ്റെ എല്ലാ സംഭവങ്ങളും കറക്റ്റാണ്. വാട്സപ്പിൽ സന്ദേശം വന്നു, കറക്റ്റായിട്ട് പോലെ ഒരു ഇതായിട്ട് തന്നെ അത് വന്നു. അത് കണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ കാര്യമുള്ള എന്തോ സംഭവം. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കുമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പോരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്ത് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതാണോ എന്ന് അറിയാൻ എനിക്ക് ഡ്രൈവിങ്ങിൽ ഇത് വിളിച്ച് വെക്കാൻ പറ്റില്ല, എക്സ്പ്രസ് ഹൈവേ ആണ്. അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന തൊട്ട സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ ഈ ഫോൺ ഓണാക്കിയിട്ടാണ് കൊടുത്തു, ഇത് ജസ്റ്റ് ഒന്ന് വായിക്കും എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിനിടയിൽ ഒരു സെക്കൻഡ് ഇവന് എൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ അത് തൊട്ട പാടനെ ഒരു ഫയലാണ്. അതിനകത്ത് വേണം ടച്ച് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ അറിയാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിരിക്കുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ OTP എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം പൈസ പോയി. 49,750 രൂപ സ്പോട്ട് പോയി, ബാങ്കിൽ നിന്ന് പോയി. ഉടനെ വാഹനമാണെങ്കിലോ ഈ റൂട്ടിൽ നിർത്താനും പറ്റില്ല. എക്സ്പ്രസ് ഹൈവേയാണ്, അവിടെ നിർത്തിയാലും പ്രശ്നമാണ്, വണ്ടി സ്ലോ ആക്കാനും പറ്റില്ല. ഉടനെ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒരു ചുരുങ്ങിയത് ഒരു 100 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടിയിട്ടാണ് പിന്നെ ഇതിനൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടുന്നത്. അവിടെ എത്തുന്നത് വരെ ഞാൻ ഈ നെറ്റ് ഓഫാക്കി ഫോൺ ഓഫാക്കിയിട്ട് ഇവിടെ വന്ന് സംഗതികളെല്ലാം ക്ലിയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പൈസ കൊണ്ടത് പോയി. നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി അവരെടുത്തിട്ടുണ്ട്. അവിടുന്ന് അവർ FIR ഇട്ടിട്ട് ഇതിൽ സൈബറിൽ കൊടുത്തിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഫണ്ട് പോയി. അത് ബാങ്കിൽ നിന്ന് അന്വേഷിക്കാൻ പറ്റിയപ്പോൾ പറഞ്ഞത് ഹരിയാനയിലെ ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എയർടെല്ലിൻ്റെ ബാങ്കിലേക്കാണ് ഫണ്ട് പോയത്. ഹരിയാനയിലേക്കാണ് പൈസ പോയത്. മൊത്തം എത്ര രൂപ പോയിട്ടുണ്ട്? 49,250 രൂപ ഒരു 2 മിനിറ്റിനകത്ത് സംഭവം. ഫയൽ ഡൗൺലോഡ് ചെയ്ത പാടന്നെ പോയിണ്. ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ വന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും പറയാനില്ല, കേരള ഇതാണ് MVD ഇത് പറഞ്ഞിട്ടാണുള്ളത്. കറക്റ്റ് കണ്ട ഒരു വ്യത്യാസം ആപ്ലിക്കേഷനിൽ തന്നെയാണുള്ളത്. ഒന്നും തെറ്റാനൊന്നുമില്ല. ഞാനിത് സംഗതി അറിയാതെ പരിചയമില്ലാത്ത ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇനി നോക്കണ്ട, ഹൈവേയിലൊക്കെ ഫുൾ ക്യാമറകളുള്ള. അപ്പം അതിൻ്റെ ഫൈന് വേറെ വരും. അപ്പോൾ ഞാനോട് ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് പറയുന്നു പറഞ്ഞിട്ടുള്ളൂ. ഈ ഫസ്റ്റിൽ മെസ്സേജ് OTP വന്നപ്പോഴാണ് ഞാനാകെ സ്റ്റക്കാണ്, നിർത്താനും പറ്റുന്നില്ല. രണ്ടാമത് ഇത് നെറ്റ് ഓഫ് ആക്കണതിൻ്റെ അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ സംഭവം പോയി. സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വരുന്നതോടുകൂടിയിട്ട് ഈ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്ന വഴി തന്നെ അവർ അതിൻ്റെ അകത്ത് OTP കൊടുക്കണം ബാങ്കിലേക്ക്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതോടുകൂടെ നമ്മുടെ സ്ക്രീനിൽ വരുന്ന എല്ലാ കാര്യം അവിടെ ഇരുന്നത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പോലും. മെസ്സേജ് വന്നാലും അതിൽ OTP ബാങ്കിൽ നിന്ന് വന്നതോടുകൂടെ അവർ OTP വെച്ചിട്ട് പണം മേടിച്ചു. പോലീസ് ഇപ്പോൾ എന്താ പറയുന്നത്? പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ അവർ പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഇതിപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, ബാങ്കിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഇനി പോലെ എന്താ തരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ചിട്ട് ഇനി നോക്കണം. അതിനപ്പുറം ഇതുവരെ വേറെ ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു നിസ്സായമായിട്ടാണ് അവർ പറയുന്നത്. ആരും ഇരയാക്കാവുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന് പിഴ ചുമത്തി എന്ന സന്ദേശം വരുന്നു, അതോടൊപ്പം ഒരു ഫയൽ വരുന്നു. അത് ഡൗൺലോഡ് ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഫോണിൽ വരുന്ന സന്ദേശങ്ങൾ ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കുന്നു. അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പോലും വകയില്ല. കാരണം ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്.